കുമരകമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഒന്ന് പാടങ്ങളിലെ ആ ഒരു ചുറ്റുപാട്, അതിനോട് കരയിലുള്ള നമ്മുടെ തെങ്ങിൻ തൈകൾ നിർലോഭമായിട്ട് നമുക്ക് തേങ്ങയും അതൊക്കെ തരുന്നതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരുപാട് വലയങ്ങളുണ്ടായിരുന്നു. മത്സ്യ മേഖലകൾ, അന്തരീക്ഷം, അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്നെ വളരെ നന്നായി ആകർഷിച്ചാണ് കുമരകം. ബാല്യകാലത്തിൽ എൻ്റെ വീട് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ. എൻ്റെ അച്ഛൻ്റെ കൃഷിക്കാരനായിരുന്നു. അതൊന്നും ഞങ്ങളന്ന് സ്വന്തമായി ഞങ്ങൾക്ക് വസ്തുവില്ല, പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടാണ്. എങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതമാർഗ്ഗമായിരുന്നത് 700 തേങ്ങ 10-30 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടുക, അവിടുത്തെ പച്ചക്കറികൾ അതെല്ലാം പുറത്ത് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ ഒരു ജോലി ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആ ഓർമ്മ മരിക്കുന്ന കാലത്തോളം മറക്കില്ല. അതിന് തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ആളുകൾ കയ്യേറി പോയി. അതുകൊണ്ട് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ എന്നും മനസ്സിൽ ഓർക്കുന്നതാണത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഒരു പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമാണ്. വായു, വെള്ളം, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രകൃതി ജീവനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പണാധിപത്യ ശക്തികൾ ശരിക്കും നമ്മുടെ ഈ മണ്ണിനെയും മരങ്ങളെയും ജലത്തെയും എല്ലാം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദുരന്ത ഫലം എന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമം രാജ്യത്ത് ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും വെട്ടി നിരത്താത്ത സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുവാൻ, കാരണം അന്നം ഉണ്ടാക്കുന്ന കർഷകനും അവരാണ് നമ്മുടെ എല്ലാം. ഭക്ഷ്യം ഉൽപ്പാദിപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. അത് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവനാകും. 19% ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കേരളത്തിൽ പണ്ടങ്ങനെയായിരുന്നു. പക്ഷേ കേരളം ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചെന്നാൽ വെള്ളമില്ലാത്തടത്ത് പോലും അവരവിടെ പൊന്നു വിളയിക്കുന്നു. ആ പൊന്നു വിളയിക്കുന്നത് പൂവായിട്ട്, പട്ടായ, പല രൂപങ്ങളിൽ. ഭക്ഷ്യസുരക്ഷ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന ആഹാരമാണെങ്കിൽ അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ആശയം ഉണ്ടാകണം. അതുപോലെ ശുദ്ധവായു, പിന്നെ നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം ഇവിടെ ജീവിച്ചു പോകാനുള്ളൊരവസരം പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഇത് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണത്. കുടിവെള്ളം ഒരു വിഷയമാണ്. ആ കുടിവെള്ളം, ഉള്ള വെള്ളം ശുദ്ധീകരിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രകൃതി ദുരന്തമായിട്ട് ഇപ്പോൾ തോന്നുന്നത് ദൈനംദിനം നമ്മളുണ്ടാകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇടപെടൽ. പ്ലാസ്റ്റിക് കൊണ്ടുവന്ന കൂടുകൾ, വേസ്റ്റ് കൂടുന്നിപ്പോഴും. അത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ തുണി സഞ്ചി അല്ലെങ്കിൽ പായ കൊണ്ടുള്ള അതിൽ പോയി കൊണ്ടുപോയി. ഇപ്പോൾ മുഴുവൻ പാക്കറ്റാണ്. ഈ പാക്കറ്റുകൾ വന്നു കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് കൂമ്പാരമാകുമ്പോൾ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാതെ വരികയും ഒരുപാട് വിഷയങ്ങൾ, കുടിവെള്ളത്തെ പോലും ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മളവിടെ പഞ്ചായത്തുകൾ ചെയ്യുന്നുള്ളത് ഇത് മുഴുവൻ കൊണ്ടുപോയിട്ട് പുതിയ രൂപത്തിൽ നമുക്ക് ഇന്ധനം ഉണ്ടാക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്കുള്ള പുതിയ സംഗതി ചെയ്തു വരികയാണ്. പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും മനുഷ്യൻ്റെ ജീവിതത്തിന് നിലനിൽപ്പായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഈ നമ്മളുടെ ജീവിതക്രമങ്ങളാണ് ഇതിൻ്റെ ഒരു കാരണമെന്നും എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് അന്യ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കി വെക്കുക, പണമുള്ളവർ അത്തരത്തിൽ. പക്ഷേ ഒരു ധാർമ്മികമായ ബോധമില്ലായ്മ ജനങ്ങളിലുണ്ട് ഇപ്പോഴേ. എൻഡോസൾഫാൻ സത്യത്തിൽ അതിൻ്റെ ആദ്യകാലത്ത് വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടപ്പോൾ ലാഭത്തിന് വേണ്ടി മാങ്ങയോ അതുപോലുള്ള സാധനങ്ങൾ നിലനിർത്താൻ വേണ്ടി, അതൊരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ചീഞ്ഞു പോകാതിരിക്കും. മനുഷ്യനെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും എടുക്കാവുന്ന തരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഞാൻ ആ കുട്ടികളുടെ പടങ്ങൾ കാണുമ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികളുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്താറുണ്ട്. അതൊരു ദുരന്തമായിരുന്നു ആ ഒരു മേഖലയിൽ. നോക്കാറുണ്ട് ആ കുട്ടികളുടെ കണ്ണും അവരുടെ തലയും, അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ അവരുടെ സ്കിന്നെല്ലാം ശ്രദ്ധാപൂർവ്വം ഞാൻ ആ പടം എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സ് നന്നാവട്ടെ എന്നൊറ്റ വാക്ക് എനിക്ക് പറയാം. മനുഷ്യൻ്റെ മനസ്സ് ഇപ്പോഴ് വല്ലാത്ത ദ്വരയിലാണ്. പണം ഉണ്ടാക്കണം എന്നുള്ള കവിഞ്ഞിട്ട് പ്രകൃതിയായിട്ട് ഒരു സഹകരണം, സ്നേഹം ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പം. പ്രത്യേകിച്ച് ജാതിമത ചിന്തകൾ മുൻപൊരിക്കലും ഇല്ലാത്തതുപോലെ അതെല്ലാം എവിടുന്ന് വരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞങ്ങളൊക്കെ ഇത്രയും വയസ്സൊക്കെ ആയപ്പോൾ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അയൽപക്ക സ്നേഹം, കൂട്ടുകുടുംബ ബന്ധങ്ങൾ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള തോന്നൽ. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു ചക്ക ഉണ്ടായി, ഒരു മാങ്ങ ഉണ്ടായാൽ അത് ഇല്ലാത്ത വീടുകളിലേക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇന്ന് അതില്ല. എന്തുണ്ടെങ്കിലും 10-30% ആളിലേക്ക് ഒതുങ്ങിയിട്ട് ബാക്കി 70% ഇല്ലാത്തവരായി മാറുന്നതായിട്ടാണ് നമ്മൾ ലോകമെമ്പാടും കാണുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതി നമുക്ക് എല്ലാവർക്കും ജനിച്ച് ജീവിച്ചു മരിക്കാനുള്ള ഇടമാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. എത്ര കോടീശ്വരനായാലും, ഞാനിത് പറയുന്നത് നാളെ രാവിലെ ഞാൻ ഉണ്ടാകുന്നതല്ല, ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു ഇടമായാണ് പ്രകൃതിയെ കാണേണ്ടത്. അതിനെ അങ്ങനെയല്ലാതെ വേർതിരിച്ച് ആർക്കും സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം.